പ്രൈസ് ലോർഡ്. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും രുചിച്ചറിയുവാനും കർത്താവ് ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ സാമീപ്യം നമുക്ക് രുചിച്ചറിയേണ്ടതിന് ദൈവം ധാരാളം പ്രതികൂല സാഹചര്യങ്ങളെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. അനേക കൊടുങ്കാറ്റുകളെയും അനേക പ്രതിസന്ധികളെയും നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. വൈഷമ്യങ്ങളെ കൊണ്ടുവരും. വേദനാജനകമായ സാഹചര്യങ്ങളും അനേക അനുഭവങ്ങളും നമ്മുടെ മുൻപിൽ കർത്താവ് സൃഷ്ടിക്കും. കാരണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ സാമീപ്യം ആവശ്യപ്പെടണം. ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കണം. അതിനുവേണ്ടിയാ ദൈവത്താൽ കൊണ്ടുവരുന്ന വഴികളൊക്കെയാണ്. ദൈവം സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവമാണ് ഇങ്ങനെയൊക്കെയുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ ദൈവം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തിക്കുവാൻ നമുക്കായി ദാനം ചെയ്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇക്കോന്യ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും കൂടെ സുവിശേഷം അറിയിക്കുന്ന ഒരു സന്ദർഭം. അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ സുവിശേഷം പ്രസംഗിച്ചു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ നിസ്തുലമായ സ്നേഹത്തെയും സർവശക്തനായ ദൈവം മനുഷ്യജാതിയിൽ വെച്ചിരിക്കുന്നതായ ആ വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശവും സകല മനുഷ്യരും സകല ജഡവും കർത്താവിങ്കിലേക്ക് അടുത്തു വരണമെന്നും ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളതായ സുവിശേഷം അതിൻ്റെ മഹാത്മ്യത്തോടുകൂടെ ശക്തിയോടെ വിതയ്ക്കപ്പെട്ടപ്പോൾ ധാരാളം ജനങ്ങൾ ഇക്കോന്യയിൽ രക്ഷിക്കപ്പെടുകയുണ്ടായി, ദൈവത്തിൽ വിശ്വസിച്ചു. എന്നാൽ യഹൂദന്മാരിൽ അവിടെ ചെതറിപ്പാർത്തിരുന്ന യഹൂദന്മാരിൽ ചിലർ അത് കേട്ട് അവർക്ക് അസൂയ പൂണ്ട് അവരെന്താണ് ചെയ്തതെന്നറിയാമോ? തദ്ദേശീയരായിട്ടുള്ള ജാതികളെ ഇളക്കി ഈ ദൈവവചനം പ്രസംഗിക്കുന്നതായ പൗലോസിനും ബർന്നബാസിനും വിരോധമായി അവരറിയാതെ അവർക്ക് വലിയ ശത്രുത അവിടെ ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും അവരെ ആ ദേശത്ത് നിന്ന് ഓടിച്ചു വിടണം. കർത്താവിന് വിരോധമായി പ്രവർത്തിക്കുന്ന അനേകം യഹൂദന്മാർ ആ ദേശത്തുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 2-ാം വാക്യം, വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സും സഹോദരന്മാരുടെ നേരെ ആ മനസ്സിനെ ഇളക്കി സാഹചര്യങ്ങളെ വഷളാക്കി. 3-ാം വാക്യം, എന്നാൽ പൗലോസും ബർന്നബാസും വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് കർത്താവ് താനും തൻ്റെ കൃപയുടെ വചനത്തിന് അവരോടൊപ്പം സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പ്രതിസന്ധി പൗലോസും ബർന്നബാസും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉയർന്നു. എങ്ങനെയെങ്കിലും അവരെ ഒറ്റ ദിവസം കൊണ്ട് അവിടെ നിന്ന് ഓടിച്ചു വിടുവാനുള്ളതായ വചനം അവിടെ എങ്ങും പ്രചരിപ്പിക്കാതിരിക്കത്തക്കവണ്ണം അവിടെ വലിയൊരു പ്രതിസന്ധി ഘട്ടം അവിടുത്തെ ജനങ്ങളിൽ കൂടെ യഹൂദന്മാർ സൃഷ്ടിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എങ്കിലും പൗലോസിനും ബർന്നബാസിനും അവർക്കറിയാം അവരോടുകൂടി ഉള്ളവൻ ആരാണെന്ന്. അവർ സംസാരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ആ വലിയ അഭിഷേകം അവരിൽ ഒരു കാര്യം വ്യക്തമാക്കി, ദൈവത്തിൻ്റെ കൃപ അവരോടുകൂടെ ഉണ്ടെന്നുള്ളതായ ഒരു ഉറപ്പ് അവർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് അവരെന്താ ചെയ്തെന്നറിയാമോ? അവർ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൂടാതെ പ്രാഗൽഭ്യത്തോടെ വചനം സംസാരിച്ചു. ദൈവത്തിലുള്ളതായ ആശ്രയം അവരെ ശക്തരാക്കി. ദൈവത്തിലുള്ള ആശ്രയം, അവർ അനാഥരല്ല, അവർ തനിയെ അല്ല, തനിച്ചല്ല, അവരോടുകൂടെ ആരൊക്കെയോ ഉണ്ടെന്നുള്ളതായ ഒരു ബോധ്യം അവർക്ക് കൊടുത്തു. അവർ ശക്തന്മാരാണെന്ന് ഉള്ളതായ ഒരു ബോധ്യം അവരിൽ സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ അവരിൽ ഒരു പ്രാഗൽഭ്യമുണ്ടായി. അങ്ങനെ അവർ പ്രാഗൽഭ്യത്തോടുകൂടെ സംസാരിക്കുകയിൽ, അവർ ദൈവത്തിൽ ആശ്രയിക്കുകയിൽ, ദൈവം താനും അവർ സംസാരിച്ചതായ വചനത്തിനോടൊപ്പം നിന്ന് അതിന് സാക്ഷ്യം വഹിച്ചു. കർത്താവിൻ്റെ സാക്ഷ്യം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കർത്താവിൻ്റെ സാക്ഷ്യം നമ്മോടുകൂടെ, നാം സംസാരിക്കുന്ന വചനങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ നാം ചിന്തിക്കുന്നതിലപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വ്യതിയാനം,
നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. തേജസ്സിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാത്ത ജനങ്ങൾക്ക് ആ ഒരു അനുഭവം തീരെ ഉണ്ടാകുകയില്ല. അവരെപ്പോഴും അവരുടെ ജീവിതത്തിലെ അവിശ്വാസത്തിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഇതാ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ചേർന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയുണ്ടായി. ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവർക്കൊരു പ്രാഗൽഭ്യം കിട്ടി. അവർ പ്രാഗൽഭ്യത്തോടെ വചനം സംസാരിച്ചു. അങ്ങനെ സംസാരിക്കയിൽ ദൈവം അവരിൽ കൂടി ചെയ്ത വേറൊരു പ്രവൃത്തി, അവരുടെ കരങ്ങളാൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കത്തക്ക രീതിയിൽ അവർക്ക് ദൈവം വലിയ വരങ്ങളെ കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പലപ്പോഴും കാണുവാൻ സാധിക്കാത്തത് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ടാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആശ്രയത്തിൻ്റെ ശക്തി പലപ്പോഴും അത് കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയാത്തത്. നമ്മളെപ്പോഴും വിചാരിക്കും, കർത്താവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അടയാളങ്ങളുടെ ദൈവമേ, എനിക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യാത്തത് എന്ത്? എൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എൻ്റെ വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളം പ്രവർത്തിക്കുന്നവനാണെന്നാണല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി വരാത്തതിൻ്റെ കാരണം നമ്മളിൽ പ്രാഗൽഭ്യം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്, നമ്മളിൽ ആശ്രയം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. എന്നാൽ നാം പ്രതിസന്ധി ഘട്ടത്തിൽ, വൈഷമ്യ ഘട്ടത്തിൽ, അനേക ദുഃഖങ്ങളുടെയും കണ്ണുനീരിൻ്റെയും പശ്ചാത്തലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ളതായ ഒരു മനസ്സൊരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മറ്റാരിലും രക്ഷയില്ല. സർവശക്തനായ കർത്താവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയും ആശ്രയവും ഉള്ളൂ. അതാണ് നമ്മെ ശക്തരാക്കുന്നത്. അവന് മാത്രമേ നമ്മെ വിടുവിക്കുവാൻ കഴിയൂ എന്നുള്ളതായ ഒരു ചിന്ത, ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും കർത്താവിനോട് ചേർന്ന് അടുത്തടുത്ത് വരും. അവൻ്റെ സാമീപ്യത്തെ കൂടുതൽ അറിയും. അവനോട് അടുക്കുന്തോറും, ഒരു സൂര്യനോട് അടുക്കുന്തോറും ചൂട് കൂടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് സന്തോഷം വർദ്ധിക്കും, പ്രാഗൽഭ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാകും, വാക്കുകളിലെ ശക്തിക്ക് വ്യത്യാസം ഉണ്ടാകും, വളരെ പവർ കൂടുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ആരെ കൊണ്ടും തടുക്കാൻ കഴിയാത്തതായ ഒരു ശക്തിമത്തായ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ കൈവരുന്നതിനിടയായിത്തീരും. അങ്ങനെ ചൈതന്യം കൈവരുമ്പോൾ നമ്മുടെ കരങ്ങൾക്ക് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പ്രവർത്തിക്കാനുള്ളതായ ഒരു ശക്തി ദൈവം ദാനം ചെയ്യും. ഇല്ലായെങ്കിൽ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളിന്മേൽ അത്ഭുതകരമായ വ്യതിയാനം, മാറ്റങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നതായി, നമ്മുടെ വിശ്വാസത്താൽ അത് സംഭവിക്കുന്നതായി നമുക്ക് തന്നെ അത് നമ്മുടെ മുൻപിൽ അത് പ്രത്യക്ഷപ്പെടും. നമുക്ക് കാണുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരുണ. ദൈവം നമ്മോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിവരിക്കാൻ കഴിയാത്തതായ വലിയ പ്രതിഭാസങ്ങൾ നമ്മുടെ സ്വന്തം കണ്ണാൽ കാണുന്നതിനിടയായിത്തീരും. യോബ് പറയുന്നത് പോലെ മറ്റാരുടെയും കണ്ണുകൊണ്ടല്ല, ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ അത് കാണും. അങ്ങനെ സ്വന്തം കണ്ണാൽ കാണുന്നതായ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നാം സാക്ഷികളാകുമ്പോൾ അതിനെ പ്രവർത്തിക്കുവാനുള്ള ഒരു അധികാരം കൂടെ നമ്മുടെ കൈവലയത്തിനുള്ളിൽ ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം കൊണ്ട് അവരെ ഓടിക്കുവാൻ നോക്കിയവരുടെ മുൻപിൽ തിരുവചനം എഴുതിയിരിക്കുന്നത്, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. നിന്നെ ഒരു ദിവസം കൊണ്ടും ഒരു രാത്രി കൊണ്ടും ചില മണിക്കൂറുകൾ കൊണ്ടും ഓടിക്കുവാനും അല്ലെങ്കിൽ നിന്റെ നന്മകളും നീ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് നിന്നെ പറഞ്ഞു വിടുവാനും ഒക്കെ ഒരുപാട് ശക്തികൾ നീ അറിയാതെ പ്രവർത്തിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ, ഒരു പ്രാഗൽഭ്യമുള്ള മനുഷ്യനാണ് നീയെങ്കിൽ, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ദിവസം കൊണ്ട് ഓടിക്കുവാൻ നിനക്കും നിന്റെ പുറകിൽ പ്രവർത്തിച്ചവരുടെ മുമ്പിൽ ഏറിയ കാലം പാർക്കുവാനും അതിൽ തന്നെ നിനക്ക് നിലനിൽക്കുവാനുള്ളതായ ഒരു പുതിയ അഭിഷേകം നിനക്ക് ദൈവം തരും. ആ അഭിഷേകത്തെക്കുറിച്ച് നിന്റെ ശത്രുക്കൾക്ക് തിരിച്ചറിയുകയില്ല. നിന്നോടുകൂടെയുള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവൻ എന്നുള്ളതായ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അത് വലിയൊരു ഉറപ്പിനും പ്രാഗൽഭ്യത്തിനും കാരണമായി തീരും. നമ്മുടെ വാക്കുകൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കും. നമ്മുടെ വാക്കുകൾക്ക് വ്യത്യാസം, ആരെയും സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ നാം കൂടുതൽ ധൈര്യത്തോടെ സംസാരിക്കുവാനുള്ളതായ ഒരു കൃപ നമ്മളിൽ പകരുമ്പോൾ ആ കൃപ നമ്മെ വല്ലഭരാക്കി മാറ്റുന്നു. ഏത് പ്രതിസന്ധിയിലും അതിജീവിക്കുവാനുള്ളതായ ഒരു ശക്തിമത്തായ ഒരു വലിയ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ചൈതന്യത്തെ
സാന്നിധ്യത്തെക്കുറിച്ചാണ്, ഈ പ്രാഗൽഭ്യത്തെക്കുറിച്ചാണ്, ഈ ധൈര്യത്തെക്കുറിച്ചാണ്, ഈ കൃപയെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നത്. ആ കൃപയും ധൈര്യവും ആ പ്രാഗൽഭ്യവും നിന്റെ ജീവിതത്തിൽ പ്രാപിച്ചു കഴിയുമ്പോൾ നീ കണ്ടിട്ടില്ലാത്തതായ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ, നിന്റെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ, നീ ഇടപെടുന്ന വിഷയങ്ങളിൽ, നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ നിനക്ക് കാണുന്നതിനിടയായിത്തീരും. അത് ദർശിച്ച് ദൈവത്തിന്റെ സാമീപ്യം കൂടുതൽ അടുത്തറിയുവാൻ നിനക്ക് ദൈവം കൃപ തരുന്നതിനിടയായിത്തീരും. അങ്ങനെ വലിയതായ ഒരു ഭാഗ്യ അവസ്ഥയിലേക്ക്, ദൈവത്തിന്റെ സമീപത്തേക്ക് ദൈവം നിന്നെ നയിക്കുവാൻ തക്കണം ഈ വചനങ്ങൾ ഈ പ്രഭാതത്തിൽ നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.